ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള കാസിയോ വേൾഡ് ടൈം ഇലുമിനേറ്റർ വാച്ചിനെ പറ്റിയാണ്. ഈ വാച്ചിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസും ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൃത്തിക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ബേസിക്കായിട്ട് നിങ്ങൾ ഈ വാച്ച് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങൾ. ആദ്യം തന്നെ നമ്മൾ ഈ വാച്ച് മേടിക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പരം ഈ ഒരു ബണ്ടിലായിട്ടൊരു സാധനം കൂടി കിട്ടും. ലൈക്ക് എൻ്റെ ഫസ്റ്റ് കാസിയോ വാച്ചിന് ഇതൊന്നും കിട്ടിയിട്ടില്ല. ഇതിനാണ് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് വായിച്ച് പഠിച്ച് ചെയ്യുന്നത് കുറച്ച് പണിയാണ്. അതിനെക്കാട്ടും ഏറ്റവും ബെറ്റർ ഞാനതെനിക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇല്ല, 4 ടൈം സോൺസ് നമുക്ക് വിസിബിളായിട്ട് കാണിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്തേക്ക് നമ്മുടെ ഇന്ത്യൻ ടൈമാണ്. അതായത് നോക്കിക്കോ, ഇതിപ്പോൾ T2, T3, T4. ഇതിനകത്ത് T1 ആണ് നമ്മൾ ഡെയിലി സെറ്റ് ചെയ്ത ടൈം 2:32. ഇപ്പോൾ സമയം 2:32 PM. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ അനലോഗിൻ്റെ ഡിജിറ്റൽ വേർഷൻസ്. നോക്കിക്കോ, ഇതിനകത്തും ടൈം നിങ്ങൾ നോക്കിക്കണ്ട. 2:32 PM കാണിക്കുന്നില്ല, സോറി, 2:32 എന്നാണ് ഇതിനകത്തും കാണിക്കുന്നത്. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് ടൈം കാണിക്കുന്നത്. പിന്നെ ദിവസം, ഡേറ്റ്, മന്ത്. പിന്നെ ഈ വേൾഡ് ടൈം ഇതിൻ്റെ മാപ്പിൻ്റെ ചെറിയൊരു സംഭവമുണ്ട്. മാപ്പിൻ്റെ ചെറിയ ഗ്രാഫിക്സ് ആയിട്ട് നമ്മൾ ടൈം സോൺ സെറ്റ് ചെയ്ത് വെച്ചാൽ അവിടെ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് സിഗ്. ഈ സിഗ് എന്തെന്ന് വെച്ചാൽ ഞാൻ അലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് പറഞ്ഞുതരാം. അലാം സെറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ആക്കുകയും ചെയ്യാം. ഈ സിഗിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എല്ലാ 1 അവർ കൂടുമ്പോഴും ഇതിങ്ങനെ ടിക് ടിക് എന്നടിക്കും. ചെറിയൊരു ഇതിപ്പോൾ 3 മണിയാകുമ്പോൾ ടിക് ടിക് കഴിഞ്ഞ് ആ ഒരു അടി മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ലൈറ്റ് ഫംഗ്ഷൻ. ഇതിപ്പോൾ 3 സെക്കൻഡ് ലൈറ്റ് ഞാൻ ടൈമിങ് സെറ്റ് ചെയ്ത് വെച്ചാണ്. പിന്നെ ഇത് അഡ്ജസ്റ്റ്, ഇത് സെർച്ച്. ഇനി ഈ മോഡ് നമ്മൾ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ മ്യൂട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകും. ഇനി മ്യൂട്ട് നെക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം സ്വിച്ച് നിൽക്കുന്ന സമയത്ത് ശബ്ദം വരുന്ന സമയത്ത് ഇപ്പോൾ വാച്ച് മ്യൂട്ടിലാണുള്ളത്, നോയ്സ് ഇല്ല. സെർച്ച് നെക്കി, നോയ്സ് ഇല്ല. ഇതിപ്പോൾ കുറേ സ്ഥലം കാണിക്കണ്ടല്ലോ, എന്ത് പറ്റി? എൻ്റെ ഡൽഹി എടുപ്പ് ഇത്ര കുറേ നമുക്ക് നമ്മുടെ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ കഴിച്ചു. ഡൽഹി കാണുന്നില്ലല്ലോ. ഡൽഹി അഡ്ജസ്റ്റ്. ഇപ്പോൾ ഡൽഹി ടൈമിലാണ് ഉള്ളത്. നമ്മുടെ ഹോം ടൈമാണ് ഡൽഹി നമ്മൾ കൊടുത്തത് T1. ഇപ്പോൾ മ്യൂട്ടിലാണുള്ളത്. മ്യൂട്ട് അൺമ്യൂട്ട് ആക്കണമെങ്കിൽ മ്യൂട്ട് നെക്കി പിടിച്ച് കഴിഞ്ഞാൽ മ്യൂട്ട് അൺമ്യൂട്ടായി. പിന്നെ ലൈറ്റ് ഫങ്ഷൻ. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ അലാം. ഈ അലാം ഓഫിലാണുള്ളത്. നമുക്കിപ്പോൾ അലാം ഓൺ ആക്കണമെങ്കിൽ നമ്മൾ ആദ്യം അഡ്ജസ്റ്റ് പിടിച്ച് നിൽക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ 1 ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണി, ലൈക്ക് 12 PM ആകുമ്പോൾ അലാം അടിക്കും. ഇത് അലാം ഓൺ ആണെങ്കിൽ ഇത് അലാം ഇവിടെ കാണിക്കും. ഇതിപ്പോൾ നമ്മൾ ഒറ്റ പ്രാവശ്യം അലാം അടിക്കും. ഇപ്പോൾ അഡ്ജസ്റ്റ് പിടിച്ച് നിൽക്കി, ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഓണിലാണുള്ളത്. ഇപ്പോൾ എല്ലാ പ്രാവശ്യവും 12 PM ആകുന്ന സമയത്ത് ഇത് അലാം അടിച്ചുകൊണ്ടിരിക്കും. അതാണ് നോർമൽ ഓൺ ഇട്ട് കഴിഞ്ഞാൽ 1 ഇപ്പോൾ ഓഫ്. ഇപ്പോൾ അലാമില്ല. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അലാം എത്ര വേണമെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ലൈറ്റ് നെക്കി കഴിഞ്ഞാൽ 11 ആവും. സെർച്ചേക്ക് 12 ആവും. ഇത് ബാക്കോട്ടും ഇത് മുമ്പോട്ടും. പിന്നെ അതേപോലെ തന്നെ മോഡ് നെക്കി കഴിഞ്ഞാൽ ഇത് കത്തി ഓണ്. ഇതന്നെ, ഇതാണ് നമുക്ക് സമയം മാറ്റാനുള്ള സംഭവം. അതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓൺ 1 ഓൺ ഇത് അഡ്ജസ്റ്റ് ആക്കി. ഇതിപ്പോൾ അലാം സെറ്റായി, ഇതിപ്പോൾ ഓഫായി. ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് രണ്ടാമത്തെ അലാം. ഇതെല്ലാം നമുക്ക് മൊത്തത്തിൽ 5 അലാം ഇങ്ങനെ വെക്കാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇത് കണ്ടോ, ഈ 0 വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഫായി. ഇപ്പോൾ അവറിൽ അലാം അടിക്കൂല. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഓണായി. മോഡ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ടൈമർ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ 24 hours സമയമാണ്. ഇങ്ങനെ ആക്കുക. എന്നിട്ട് അഡ്ജസ്റ്റ് ആക്കുമ്പോൾ പഴയ വിലയായി. ഇപ്പോൾ അഡ്ജസ്റ്റ് കൂടെ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. ഇതിപ്പോൾ അവറായിരിക്കും. ഇത്
മിനിറ്റ് സെക്കൻഡ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾ നോക്കിയിട്ടാക്ക്. അഥവാ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നെ പറ്റിയ കാര്യമില്ല. ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞിരുന്നുള്ളൂ. ഞാനത് യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇത് മോഡിലേക്ക് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇത് നമ്മൾ അഡ്ജസ്റ്റ് നീക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് അഡ്ജസ്റ്റ് നീക്കി പിടിച്ചാൽ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. മോഡിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ലൈറ്റ് ബാക്കോട്ടും സെർച്ച് മുമ്പോട്ടും. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സ്റ്റോപ്പ് വാച്ചിൽ നമുക്ക് ഡ്യുവൽ ടൈം ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ലൈക്ക് ഇതാ, ഇപ്പോൾ സ്റ്റോപ്പ് വാച്ച് റണ്ണിങ് കൊണ്ട് നമുക്ക് ക്യാപ്ചറിങ് അഡ്ജസ്റ്ററേഷൻ നിൽക്കുക. ഇപ്പോൾ SPL ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഓടുന്നതിലും ഉണ്ടാവില്ല. ബട്ട് ഇതാ ഒന്നുകൂടി നീക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്ത സമയം, ഇത് നമ്മൾ അതിന് ശേഷം ക്യാപ്ചർ ചെയ്ത ടൈമാണ് ഇത്. നമ്മൾ ഒന്നുകൂടി ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 0. ഇതിപ്പോൾ നമ്മുടെ ഹോം ടൈമായി. നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം T2, T3, T4, T1 ഇതാണ് നമ്മുടെ ഹോം ടൈം. അതേപോലെ ഇവിടെ നമുക്ക് നമ്മുടെ അതിൻ്റെ ഒരു അനലോഗ് വേർഷനും ഇവിടെ നമ്പർ വേർഷനും കാണാം. ഇതിപ്പോൾ ഞാൻ അവർലി സാധനം ഇട്ടതാണ്, എനിക്ക് പേഴ്സണലി വെറുതെ കടക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇനി ഞങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ലൈറ്റിൻ്റെയാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കിക്കോ. മോഡ് ഇതാ, ഇത് വർഷം, ഇത് മന്ത്, ഡേറ്റ് ഒന്നല്ല വരുന്ന ലൈറ്റിൻ്റെ 3 സെക്കൻഡാണ്. ഇതാ 1, 3, 1, 3 ഉള്ളൂ. ഞാൻ വെച്ച് 2 സെക്കൻഡ് കൂടി ഉണ്ടെന്നില്ല. നമുക്ക് 1 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് ഇത് വെക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്തു. 1, 2, 3. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ ഈ വാച്ച് യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അലാം, സിഗ്, പിന്നെ ടൈം ചേഞ്ച് ചെയ്യേണ്ടത്. അതേപോലെ ഇത് വെറും ഒരു വട്ടം മാത്രമല്ല, ഇത് നമ്മളൊരു അനലോഗായിട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് 12 ഹവറിൻ്റെ 24 ഹവറിൻ്റെ വെക്കാം, ഫോർമാറ്റ് വെക്കാം. ലൈക്ക് അത് ഞാൻ കാണിച്ചു തന്നില്ല അല്ലേ. അഡ്ജസ്റ്റ് കൊണ്ടിലേക്ക് പിടിച്ചു, മോഡ് നിൽക്കുക. ഇതാ ഇപ്പോൾ 12 ഹവേഴ്സ് നമ്മൾ ഇപ്പോൾ 24 ഹവേഴ്സ് 24 ഹവേഴ്സ്. ഇപ്പോൾ 12 ഹവേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമേ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2:39, 22 നേരത്തെ 12 ഹവറും 24 ഹവേഴ്സും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് ബേസിക്കായിട്ട് ഇത് നമ്മൾ മിനിമം നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഫീച്ചേഴ്സും ഇതെങ്ങനെ യൂസ് ചെയ്യാനുള്ള കാര്യം. ഇതിലും ലൈക്ക് ഇനി നമുക്ക് വേറെയും കുറച്ച് സംഭവങ്ങളാണെങ്കിൽ സെറ്റ് ചെയ്യാം. വേറെ ടൈം ലൈക്ക് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ടൈമാണ് സെറ്റ് ചെയ്തത്. ഇപ്പോൾ ദുബായ്, അതേപോലെ ഡിഫറൻസ് കൺട്രിത്തെ ടൈം നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്കത് അപ്പോൾ ഡ്യുവലായിട്ട് കാണിക്കാം. നമുക്ക് കേരളത്തിലെ ഇന്ത്യൻ ടൈമും കാണിക്കാം, വേറെ രാജ്യത്തിലെ ടൈമും ഇവിടെ കാണിക്കാം. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും കൂടുതൽ അധികം ഉണ്ട്. ബട്ട് പേഴ്സണലി അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ ബേസിക്കായിട്ട് യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ബേസിക്കായിട്ട് നമ്മൾ ഈ വാച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ട ബേസിക് സംഭവങ്ങളാണ് ഇതെല്ലാം. നമ്മൾ പുറത്തൊന്നും ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഇല്ലെങ്കിൽ ഇതെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഞാൻ ഈ റീസെൻ്റ്ലിയാണ് മനസ്സിലാക്കിയത്. സോ ഐ തിങ്ക് ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ഇത് തന്നെയാണ് ഞാൻ കുറേ കഷ്ടപ്പെട്ടത്. ഇതിപ്പോൾ ഓക്കെ, ബൈ.